പ്രൈസ് ദ ലോർഡ്. വീണ്ടും കർത്താവിന്റെ നാമമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം തന്ന ഈ സാവകാശത്തിനും ഈ അവസരത്തിനുമായി ഞാൻ കർത്താവിന് ആദ്യം നന്ദി പറയുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും പുതുവത്സരാശംസകൾ. കഴിഞ്ഞ നവംബർ മാസം മുതൽ കർത്താവിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്, ഒരു വാക്കാണ് റിസ്റ്റോറേഷൻ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ കാലഘട്ടത്തിൽ, ഈ ഒരു സീസൺ ദൈവം വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് ഈ മിനിസ്ട്രിയുമായി കണക്ട് ചെയ്തിരിക്കുന്നവരോട്, ഞങ്ങളുമായി കണക്ട് ചെയ്ത എല്ലാവരുടെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷന്റെ സീസൺ, ഒരു റിസ്റ്റോറേഷന്റെ ഇയർ ആയിരിക്കും 2025 എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. ഈ വർഷത്തിന് ഈ മിനിസ്ട്രി, ലവ് നേഷൻസ് മിനിസ്ട്രി ഇട്ടിരിക്കുന്ന പേര് ദ സീസൺ ആൻഡ് ദ ഇയർ ഓഫ് റിസ്റ്റോറേഷൻ, റിന്യൂവൽ ആൻഡ് റിവൈവൽ. ഈ റിസ്റ്റോറേഷന്റെ കർത്താവ് തന്ന ഈ വർഷത്തെ, അല്ലെങ്കിൽ ഈ സീസണിലേക്കുള്ള ദൂത് ഞാൻ ഒരു 2-3 എപ്പിസോഡായിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിയാൽ നിങ്ങൾക്ക് എപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്താലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ യൂട്യൂബ് തുറന്ന് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, അല്ലെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഈ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും, വലിയ റിസ്റ്റോറേഷൻ വരുത്തും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്ക് റിസ്റ്റോറേഷൻ ആവശ്യമായിട്ടുണ്ട്. ചിലവർക്ക് ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സമ്പത്തായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, ഒരു വരുമാന മാർഗമായിരിക്കാം, സന്തോഷമായിരിക്കാം, ഒരു എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ആയിരിക്കാം. ഏത് തരത്തിലായിരിക്കോട്ടെ, വി ഓൾ നീഡ് റിസ്റ്റോറേഷൻ അവർ ലൈഫ്. റിസ്റ്റോർ എന്ന വാക്കിൽ തന്നെ റെസ്റ്റ് എന്ന് വരുന്നുണ്ട്. അത് ഞാൻ അബ്രിവേറ്റ് ചെയ്താൽ റീസ്റ്റോറിങ് എവറിത്തിങ് സേത്താൻ ടുക്ക്. പിശാച്, സാത്താൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയതാ. യോഹന്നാൻ 10:10 ഇങ്ങനെ പറയുന്ന, പിശാച് വരുന്നത്, സാത്താൻ വരുന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും അത്രേ ഞാൻ വന്നിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അപ്പോൾ പിശാച് അല്ലെങ്കിൽ ശത്രു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നമ്മൾക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുത്താനാണ്. പലതും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, നമ്മളെ അറുത്തുമാറ്റിക്കൊണ്ടു പോകുന്നു, മുടിച്ചു കളയുന്നു പലരെയും. പക്ഷെ കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ വന്നത്, മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് സാത്താന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെന്തോ റിസ്റ്റോർ ചെയ്തു വരാൻ ദൈവം മതിയായവനാണ്. യഹോവയ്ക്ക്, ദൈവത്തിന് പല നാമങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. എബ്രായ, ഗ്രീക്ക് പദങ്ങൾ, പല പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ ഒരു പേരാണ് ജഹോവ എൽ അഷീബ്. അതിന്റെ അർത്ഥം ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ ആണ്. ഹി ഈസ് ഏബിൾ ടു റിസ്റ്റോർ. നമ്മുടെ ദൈവം റിസ്റ്റോറേഷന് പേര് കേട്ട ദൈവമാണ്. ബൈബിളിൽ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം, ഹി ഈസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ബൈബിളിലെ 1-2 വാക്യങ്ങൾ മുതൽ നമുക്ക് കാണാൻ കഴിയും. അത് വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം വരെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അനേകയിടങ്ങളിൽ ദൈവം റിസ്റ്റോർ ചെയ്ത് നമുക്ക് കാണാം. പല ആൾക്കാരുടെ ജീവിതത്തിൽ, പല വ്യക്തികളുടെ, തന്നെ ഭക്തന്മാരുടെ ജീവിതത്തിൽ, തനിക്ക് ശുശ്രൂഷ ചെയ്ത അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലൊക്കെ പല കാര്യങ്ങളും, പ്രോഫറ്റ്സിന്റെ ജീവിതത്തിൽ, പ്രോഫറ്റ്സ് പലരുടെ ജീവിതത്തിൽ പല റിസ്റ്റോറേഷൻ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഹീസ് എ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. ഈ നാളുകളിൽ എനിക്ക് കിട്ടിയ എല്ലാ അവസരത്തിലും, നവംബർ, ഡിസംബർ മാസം എല്ലാം ഞാൻ എവിടെയെല്ലാം ശുശ്രൂഷിച്ചോ അവിടെയെല്ലാം ശുശ്രൂഷിച്ചത് മേജർലി, ഞാൻ മറ്റുള്ള വചനങ്ങൾ ശുശ്രൂഷിച്ചിട്ടുണ്ട്, മറ്റുള്ള സെർമൻസ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷെ മേജർലി കർത്താവ് എന്നെ ഇടപെട്ട ഈ റിസ്റ്റോറേഷന്റെ, റിവൈവലിന്റെ, ഈ റിന്യൂവലിന്റെ ദൂതാണ് ഞാൻ മിക്ക ഇടങ്ങളിലും, സൂം മീറ്റിംഗിലായിക്കോട്ടെ, മറ്റുള്ള ചർച്ചകളിലായിക്കോട്ടെ, എല്ലാം ശുശ്രൂഷിച്ചത് ഈ ദൂതാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ സീസന്റെ ഒരു ദൂതാണ് ഞാൻ നിങ്ങളോട് കൈമാറുന്നത്. 2 കൊരിന്ത്യർ 13-ാം അധ്യായം അതിന്റെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പൗലോസിന്റെ ഒരു പ്രാർത്ഥനയാണ് അവിടെ കാണാൻ കഴിയുന്നത്. പൗലോസ് എന്താണ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് നോക്കാം. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. മീൻസ് യുവർ റിസ്റ്റോറേഷൻ, നിങ്ങളുടെ യഥാസ്ഥാനം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പല കാര്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ട പല പൊസിഷൻസ് ഉണ്ട്, ദൈവമായിട്ടുള്ള ബന്ധമുണ്ട്. ഇതിന്റെ ഒരു പുനഃസ്ഥാപനത്തിന് വേണ്ടി, ഒരു റിസ്റ്റോറേഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തീർച്ചയ്ക്ക് സഹോദരന്മാരെ, സന്തോഷിക്കുവിൻ, യഥാസ്ഥാനപ്പെടുവിൻ.
ആശ്വസിച്ചു കൊള്ളുവിൻ, ഏക മനസ്സുള്ളവരായിരിക്കുവിൻ, സമാധാനത്തോടെ ഇരിക്കുവിൻ, എന്നാൽ സ്നേഹത്തിന്റെ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. യഥാസ്ഥാനപ്പെടുവിൻ. God wants we to be restored. അല്ലല്ലോ, ദൈവമായിട്ടുള്ള ബന്ധം നിങ്ങൾ ചിലർ റിസ്റ്റോർ ചെയ്യുന്ന ഒരു സീസണായി തീരട്ടെ. കൂടുതൽ ദൈവമായിട്ടുള്ള നമുക്ക് നഷ്ടപ്പെട്ട ആദ്യ സ്നേഹത്തിലേക്ക് വീണ്ടും കടന്നു വരുന്ന ഒരു സീസണായി ഈ സീസൺ മാറട്ടെ. നമ്മളെല്ലാവരും പല രീതിയിൽ ബിസി ആയിട്ടുള്ളവരാ, പക്ഷെ ദൈവത്തിന്റെ വചനമൊക്കെ നമ്മൾ വായിക്കാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ഉൾപ്പെടെ കൂടുതൽ വായിക്കുവാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ ഒക്കെ സമയമെടുക്കുന്ന ഒരു സീസണായി ഇത് തീരട്ടെ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് 18 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാർ മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിന്റെ സമൂഹത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. അവിടെ പറയുന്നു 19th വേർഡ് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: റിപ്പന്റ് ye therefore and be converted that your sins may be blotted out when the times of refreshing shall come from the presence of the Lord. ദൈവത്തോടുള്ള ആദ്യ സ്നേഹം, ദൈവമായിട്ടുള്ള ബന്ധം നമ്മൾ ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം റീസ്റ്റോർ ചെയ്യുന്ന ഒരു വർഷമായി തീരട്ടെ, ഒരു സീസണായി തീരട്ടെ. അതിന് കർത്താവിനോട് നമുക്ക് റിപ്പന്റ് ചെയ്യാം. പത്രോസ് പറയാ ഇവിടെ റിപ്പന്റ്, ഫസ്റ്റ് യു ഹാവ് ടു റിപ്പന്റ്. നമുക്കറിയാം, ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യേശുക്രിസ്തു ആദ്യം പ്രസംഗിച്ചു തുടർന്ന് മാനസാന്തരപ്പെടുവൻ എന്ന് പറഞ്ഞ ദ പ്രോഫറ്റ് ജോൺ പ്രസംഗിച്ചത് മാനസാന്തരത്തിന്റെ സുവിശേഷമാണ്. ഇവിടെ പത്രോസ് പ്രസംഗിച്ചു തുടങ്ങുന്നത് ഹല്ലേലൂയ മാനസാന്തരപ്പെടുവൻ എന്ന് പറഞ്ഞാണ്. റിപ്പന്റ്, ബി കൺവേർട്ടഡ്, ട്രാൻസ്ഫോംഡ്. ഇതൊരു നമ്മുടെ ട്രാൻസ്ഫോർമേഷന്റെ ഒരു സീസണായി തീരട്ടെ. എല്ലാ വിധത്തിലും നമ്മൾ ആത്മീയമായി, ഭൗതികമായി, സാമ്പത്തികമായി എല്ലാ റിസ്റ്റോറേഷൻ. ഈ മിനിസ്ട്രി ഞാൻ വിശ്വസിക്കുന്ന ഈ മിനിസ്ട്രിയുമായി, സാമ്പത്തികമായി, സ്പിരിച്വലി, ഫിനാൻഷ്യലി, ഏതിലും ഈ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷന്റെ, ഒരു റിന്യൂവലിന്റെ, ഒരു റിവൈവലിന്റെ സീസണാണ് കടന്നു വരുന്നത്. സങ്കീർത്തനം 103:5 2 മുതൽ വായിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകർത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അതിൽ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ, ഒരു ഈഗിളിനെ പോലെ, who satisfy thy mouth with good things so that thy youth is renewed like the eagles. ഈഗിൾ തന്റെ ശക്തിയെ പുതുക്കുന്ന പോലെ. ഐസയ 40 നമുക്ക് കാണാം അവസാന വചനങ്ങൾ: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക, കഴുകനെ പോലെ ചിറകടിച്ച് കയറി തളർന്ന പോലെ ഓടി ക്ഷീണിച്ചു പോകുന്ന നടക്കുകയും ചെയ്യും. കർത്താവിന്റെ ഒരു പദ്ധതിയാണ്. ഒരു ഈഗിൾ എങ്ങനെ ശക്തിയെ പുതുക്കുന്നു, അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ശക്തിയെ പുതുക്കണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഒരു റിന്യൂവൽ ഉണ്ടാവണമെന്ന് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ. ഒരു കുറെ നാൾ കഴിയുമ്പോൾ ഒരു ശക്തി കുറഞ്ഞു പോകുന്ന ഒരവസ്ഥകൾ കാണാം. കുറെ പ്രസംഗിച്ച് കഴിയുമ്പോൾ, കുറെ ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ, ജോലി ചെയ്ത് കഴിയുമ്പോൾ വി ഫീൽ എക്സോസ്റ്റഡ് എവറി ടൈം. ദൈവം പറയുന്നു, നിന്റെ എനർജിയെ ഞാൻ പുതുക്കി തരും, നിന്റെ യൗവനത്തിലുണ്ടായിരുന്ന ശക്തിയെ ഞാൻ പുതുക്കി തരും. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരകത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ഒരു കഴുകന്റെ ജീവിതം നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. ഒരു കഴുകന്റെ ജീവിതം ഒരു 70 to 80 years ആണ് അവന്റെ ലൈഫ് സ്പാൻ. പക്ഷെ അതിന്റെ ഒരു 40 years, അതിന്റെ ഒരു മിഡ് ഏജ് ഒക്കെ ആവുമ്പോഴേക്കും അതിന്റെ ശക്തി എല്ലാം അങ്ങോട്ട് ക്ഷയിച്ചിട്ട് അതിന് പിന്നെ ഒരു നന്നായിട്ട് ഉയരത്തിൽ പറക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഇരയെ ലിഫ്റ്റപ്പ് ചെയ്യാനോ ഒക്കെ ശക്തി കുറയുന്ന ഒരു സീസണാണ് ഒരു 40 വയസ്സ് പ്രായമൊക്കെ ആവുമ്പോൾ. അതെന്ത് ചെയ്യും അതിന് ശേഷം? അതിന് മുമ്പിൽ 2 ചോയ്സസേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ മരണത്തിന് കീഴക, ഇനി അടുത്തത് മരണേ ഉള്ളൂ. പക്ഷെ രണ്ടാമത്തെ ഒരു തീരുമാനം അതിനെടുക്കാം, വീണ്ടും അതിന്റെ ശക്തിയെ പുതുക്കാം. പക്ഷെ അത് ശക്തിയെ പുതുക്കുന്നത് ഇറ്റ്സ് എ വെരി പെയിൻഫുൾ പ്രോസസ്. അത് ഈസി അല്ല. അത് തെരഞ്ഞെടുക്കുന്ന ഒരു മാർഗം, അതിന്റെ ശക്തിയെ പുതുക്കാൻ വേണ്ടി അത് വീണ്ടും ഏറ്റവും മുകളിലുള്ള ഒരു മലയിലേക്ക് പോകും. അതിന്റെ ഒരു നെസ്റ്റ് കയറിയിരിക്കും. ആദ്യം അത് ചെയ്യുന്നത് അതിന്റെ ചുണ്ട് അതിന്റെ കല്ലുകളിൽ വരച്ച് അത് കൊത്തിക്കളയും. അത് വീണ്ടും റീസ്റ്റോർ ആവണ വരെ അതവിടെ ഇരിക്കും. ഏതാണ്ട് 30-40 ദിവസങ്ങൾ ചിലപ്പോ ആവും അത് റീസ്റ്റോർ ചെയ്യാൻ. അത് റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ കാലിലെ നഖങ്ങള്
അത് പറിച്ചു കളയും. കല്ലേൽ ഉരസി അല്ലെങ്കിൽ ബീക്ക് കൊണ്ട്, അതിന്റെ ചുണ്ട് കൊണ്ട് അത് പറിച്ചു കളയും. അത് വീണ്ടും റീസ്റ്റോർ ചെയ്യാൻ ദിവസങ്ങളെടുക്കും. അത് റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഫെതേഴ്സ് ഫുൾ അത് പറിച്ചു കളയും. ഓരോന്നായിട്ട് പറിച്ചു കളയും. ഫെതേഴ്സ് ഇല്ലാതെ അത് ഇരിക്കും. ഒരു സ്റ്റാർവേഷന്റെ ഒരു സീസണിലൂടെ അത് കടന്നു പോകും. ഇതെല്ലാം കാണിക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ചിലപ്പോൾ ഫാസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം, ദൈവസന്നിധി ഇരിക്കേണ്ടി വന്നേക്കാം, വചനം വായിക്കേണ്ടി വന്നേക്കാം, മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട് ദൈവം ഇരുത്തുന്ന ഒരു സീസൺ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷെ അതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഏതാണ്ട് 150 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു വർഷത്തിന്റെ ഏതാണ്ട് പകുതി അത് ഈ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു, ഈ പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റാർവേഷന്റെ ഈ ഒരു പ്രോസസ്സിലൂടെ. പക്ഷെ അത് കഴിഞ്ഞ് അതിന്റെ എല്ലാ ചിറകുകളെല്ലാം വീണ്ടും മുളച്ച്, ഫെതേഴ്സ് എല്ലാം മുളച്ച് കഴിയുമ്പോൾ അതിന് പണ്ടുണ്ടായതിനേക്കാൾ ശക്തിയോടെ അത് പുറത്തു വരുന്നു. ഈഗിൾസിനെ കുറിച്ച് പറയുന്ന ഇറ്റ് ക്യാൻ ലിഫ്റ്റ് അപ്പ് എ ഷീപ്പ്. ഒരു ഗോട്ടിനെ പൊക്കിക്കളയുമ്പോൾ ഈവൻ മനുഷ്യനെ വരെ നല്ല ശക്തിയുള്ള ഈഗിൾസിന് തന്റെ ക്ലോസ് കൊണ്ട് പൊക്കി ലിഫ്റ്റ് അപ്പ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. അത്ര സ്ട്രെങ്ത് ആണ് ഒരു ഈഗിളിനുള്ളത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ ശക്തിയെ പുതുക്കുന്നത് ഈ ഈഗിളിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ശക്തി, എനിക്ക് നഷ്ടപ്പെട്ട ശക്തി, നമുക്ക് നഷ്ടപ്പെട്ട ശക്തി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട ശക്തി കർത്താവ് പുനഃസ്ഥാപിച്ച് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഗോഡ് ഈസ് ദ ഗോഡ് ഓഫ് റിസ്റ്റോറേഷൻ. നമ്മുടെ എനർജി, നിങ്ങളുടെ സ്റ്റാമിന, നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാമിന, യു ഹാവ് ടു റിസ്റ്റോർ ടു സോർ വിത്ത് വിങ്സ് ലൈക്ക് ആൻ ഈഗിൾ. ഐസയ 40:31 പറയുന്ന പോലെ യു ഹാവ് ടു സോർ ഓൺ വിങ്സ് ലൈക്ക് ആൻ ഈഗിൾ. അതിന് ദൈവസേനയിൽ നമ്മൾ ഈ 2025 തുടക്കം ദൈവസേനയിൽ നമുക്ക് കൂടുതലായിരിക്കാം. അത് കഴിയുമ്പോൾ കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവരും പുതുശക്തിയോടെ, പുതു സ്ട്രെങ്ത്തിനോടെ. അല്ലെങ്കിൽ ദൈവം നമ്മളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സീസൺ കടന്നു വരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. റീസ്റ്റോറേഷന്റെ അനേക കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് പങ്കുവയ്ക്കാൻ എനിക്കുണ്ട്. ഈ മിനിസ്ട്രിയുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യണം. താഴെ കാണുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കണം, ഡിസ്ക്രിപ്ഷൻസ് വായിക്കണം. ഹല്ലേലൂയ. നമുക്ക് സൂം മീറ്റിംഗ്സ് എല്ലാ ആഴ്ചകളിലും ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. ജോയിൻ ചെയ്യാൻ കഴിയുന്നവർക്കൊക്കെ ജോയിൻ ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഒരുമിച്ച് നമ്മളെ ഈ നാളുകൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.